പുന്നാര മുത്തുനബിയുടെ മദ്ഹ്, അവിടുത്തെ പദവികൾ, അവിടുത്തെ വ്യത്യാസമുള്ള സ്ഥാനമാനങ്ങൾ അതിവിവരിക്കാൻ ലോകത്തൊരു മനുഷ്യൻ പിറന്നിട്ടില്ല. അത് മുഴുവനാക്കി പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാത്ത മദ്ഹ്, അവിടുന്ന് വല്ലാതെ എഴുതിപ്പോയി. അന്ന് വിവരിച്ച് അൽഹംദുലില്ലാഹ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂലാൻ. അവിടുന്ന് എന്തൊക്കെ ഉൾക്കൊള്ളിക്കും വിധത്തിലുള്ള ഗ്രന്ഥമാണ് അവിടുന്ന് രചിച്ചു പോയത്. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് രചിച്ചു, സന്തോഷത്തോടുകൂടെ, പടച്ചവനെ, എന്റെ മുത്തുനബിയുടെ മദ്ഹ് എനിക്കല്പം എഴുതാൻ കഴിഞ്ഞുവല്ലോ. വല്ലാഹി ലൗ കതബൽ അനാമു ജമീഉഹും സുബിയാനുഹും വഫഹലുഹും വശയൂഖുഹും. അല്ലാഹുവാണ് സത്യം. അന്ത്യനാട് വരെയുള്ള മനുഷ്യന്മാർ, കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും അങ്ങോട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതാണ് റസൂലുള്ളാഹ്. ആ മുത്തുനബിയെ കുറിച്ച് എഴുതാൻ തീരുമാനിച്ചു. ലോകത്തുള്ള എല്ലാ മരങ്ങളെയും അവിടുന്ന് പേനയാക്കുന്നു. ബഹ്ർ പോലെയുള്ള സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും അവിടുന്ന് മഷിയാക്കിയാൽ മാഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദ്ഹ് 10 എഴുതാൻ ലോകത്തൊരു മനുഷ്യന് സാധ്യമല്ല. എന്റെ അനുജന്മാരെ, ഇത് ആശിഖീങ്ങളാണ് പറയുന്നത്, വെട്ടിത്തുറന്നുകൊണ്ട് പറയുകയാണ്. എങ്കിൽ ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്നതാ എഴുതിപ്പോയി. സന്തോഷത്തോടെ ശിഷ്യഗണങ്ങളുമൊക്കെ നടക്കുമ്പോ ആ സമയത്താണ് മിണ്ടാൻ കഴിയാത്ത ഒരു ജീവിയത അവിടുത്തെ കൊക്കുകൊണ്ട് സമുദ്രത്തിലേക്ക് ചെന്നിട്ട് ആ കൊക്കുകൊണ്ട് വെള്ളം കൊത്തിയെടുക്കുന്നു. ആ വെള്ളം കൊത്തിയെടുക്കുന്നു, തൊട്ടരികിലുള്ള കിണറ്റിലേക്ക് കൊണ്ടുവന്ന് എടുക്കുന്നു. കൂടെയുള്ള മഹാനായ ബുസൂരി തങ്ങളെന്ന് പറഞ്ഞ മക്കളെ, ഈ ജീവിക്ക് ബുദ്ധിയില്ലല്ലോ, ഈ ജീവിക്ക് ബുദ്ധിയില്ലല്ലോ. ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ കൊക്കുകൊണ്ട് വെള്ളം കൊത്തിയെടുത്ത് എന്നാണ് ആ കിണറ് ആ കുട്ടിക്ക്, ആ പക്ഷിക്ക് നിറക്കാൻ കഴിയുന്നത്. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഉടൽ മിണ്ടാൻ കഴിയാത്ത ജീവി. അത് ബുസൂരി തങ്ങളുടെ ഒരു കറാമത്തായി, അത്ഭുതകരമായി തന്നെ പറയാമല്ലോ. അവിടുന്നതാ തിരിഞ്ഞു നിന്നുകൊണ്ട്, ബുസൂരി തങ്ങളെ, എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ്, എനിക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ്. നിങ്ങളെങ്ങാനും ഞാൻ ഈ കാണുന്ന സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയിട്ട് അക്കാണുന്ന കിണറ് നിറക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നല്ല ബുസൂരി തങ്ങളെ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ആദം നബി തൊട്ടുള്ള അമ്പിയാക്കളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ബഹ്റാ, റസൂലുള്ളാഹിയാകുന്ന ബഹ്റ്, ആ ബഹ്റിൽ നിന്ന് അവിടുത്തെ മദ്ഹാകുന്ന വെള്ളം നിങ്ങളന്ന് കൊത്തിയെടുത്ത് ഒരു ബുറുദ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കി ഈ കിണറ് നിറക്കാൻ വിചാരിച്ചതുപോലെ ഞാനത് മദ്ഹ് പൂർണ്ണമായി എഴുതിയെന്ന് പറയാൻ ബുസൂരി തങ്ങളെ, എനിക്കെല്ലാ പ്രശ്നം നിങ്ങൾക്കാണ്. മുത്തുനബിയെക്കുറിച്ച് ഒരു 10% നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ? മദ്ഹ്തു മുഹമ്മദൻ ബിമഖാലതി. ബുസൂരി തങ്ങൾ ഫതഹയ്യറ, അവിടുന്നതാ തരിച്ചുപോയിരിക്കുന്നു, വല്ലാതെ വിഷമിച്ചുപോയി. എന്നിട്ട് പറയുന്നത്, വല്ലാവിടുന്ന് മദ്ഹ്തു മുഹമ്മദൻ ബിമഖാലതി, മഖാലതി ബിമുഹമ്മദിൻ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, പുന്നാര മുത്തുനബിയുടെ മദ്ഹ് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ബറക്കത്തുകൊണ്ട് 2 വാക്കെനിക്ക് പറയാനും ഈ കൈകൊണ്ടും എഴുതാനും സാധിച്ചു. റസൂലുള്ളാഹിന്റെ മദ്ഹ് ബുസൂരി പറഞ്ഞിട്ടില്ല, എഴുതി തീർത്തിട്ടില്ല.
ബൂസൂരി തങ്ങളതാ പത്തിമടക്കുകയാണ്. ആർക്കാണ് റസൂലുള്ളാഹിനെ കുറിച്ചുകൊണ്ട്, ആർക്കാണ് പുന്നാര മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞ് തീർക്കാൻ കഴിയുന്നത് ലോകത്ത്? വല്ലാഹി ലൗകത ബൽ അനാമു ജമീഉഹും സുബിയാനുഹും ബഹുഹും ബശയൂഖുഹും. ലോകത്താർക്കും സാധിക്കുകയില്ല, ലോകത്താർക്കും തന്നെ കഴിയുകയില്ല എന്ന് മഹാന്മാർ അവിടുന്ന് വിവരിച്ചുവെങ്കിൽ, അവിടുന്ന് വിവരിക്കുന്നുവെങ്കിൽ